ഇത് ബാലിമോട്ട് റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പാർക്കാണ്. ഇത് കാറിലായിരുന്നു ഇങ്ങനെ ക്രഷിലെ കൊണ്ടുപോയിട്ട് ട്രെയിൻ കയറാൻ പോകുമ്പോൾ കണ്ട പാർക്കാണ്. അടിപൊളിയാണ് തോന്നുന്നുണ്ടോ? അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് തോന്നുള്ളൂ, കാരണം എല്ലാം ഗ്രീനറി അല്ലേ. സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, അവരുടെ കയ്യിലൊരു ബാഗ് കണ്ടോ. ആ ബാഗ് പട്ടിത്തീട്ടാണ്. പട്ടി അപ്പിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വാരിയെടുത്ത് അതിനകത്ത്, അത് വാരിയെടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗ ഉണ്ട്, അല്ലെങ്കിൽ ആ കൂടിനകത്തൂടെ കൈയിട്ടിട്ട് അത് വാരി കൂട് തിരിച്ചെടുക്കും. അപ്പോൾ അപ്പി അതിനകത്താവും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പട്ടീനെയൊക്കെ വോക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും അത്യാവശ്യമായിട്ട് കൈ കരുതേണ്ട സാധനമാണ്. അല്ലെങ്കിൽ ഫൈനൊക്കെ ആണെന്നാണ് പറയുന്നത്. ഫൈനൊന്നും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും നൈസ് ട്രീസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ചെറിയൊരു വാലി ഉണ്ടെന്ന്. വാലിയല്ല, ഒരു ചെറിയ ഓലി. അത് തൊട്ടപ്പുറത്തൊരു പള്ളിയാണ്. ഇതൊന്ന് ഇവിടുത്തെ ഇടവ പള്ളിയാണ്. ഇത് പാരിഷ് ചർച്ചാണത്. ഇവിടെ ചെറിയൊരു ഓലി ഉണ്ട് കേട്ടോ. ഞാൻ വാലി എന്നാണ് പറയുന്നത്, വാലിയല്ല ഓലി. എനിക്കിങ്ങനെയുള്ള സംഭവം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീടുണ്ടാകുകയാണെങ്കിൽ, വീടില്ല, ഒരു വീടുണ്ടാകുകയാണെങ്കിൽ വീടിൻ്റെ സൈഡിൽ കൂടി ഇതുപോലൊരു ഓലി ഒഴുകിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ സ്മരണകളെ. അടിപൊളി. ഓ, അവിടെ കുറച്ച് വീതി കൂടിയ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ പള്ളികളൊക്കെ കണ്ടോ, ഈ പരുവമാണ്. വലിയ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ല, അകത്തും വലിയ ആർഭാടമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊരു പക്ഷേ നമ്മളൊരു പള്ളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെയും അത് ഇവിടുത്തെ പള്ളി നമ്മളെ വ്യത്യാസം ഞാൻ പറയുകയാണ്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെയൊക്കെ പള്ളി വെളിയിൽ നോക്കിക്കണ്ടൊരു പ്രൗഢഗംഭീരമായ പള്ളി നമുക്ക് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഹൈഡായിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വളരെ സിമ്പിളാണ്. അവർ പള്ളിക്ക് വേണ്ടി അത്ര വലിയ പൈസ ഒന്നും മുടക്കാറൊന്നുമില്ല. അകത്ത് കയറി കഴിഞ്ഞാലും വളരെ സിമ്പിളാണ്. നല്ല പള്ളികളുണ്ട് കേട്ടോ, വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള പള്ളികളുണ്ടെങ്കിലും പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ്. രണ്ടും നല്ല സിംപ്ലിസിറ്റി നല്ലതാണ്, പ്രൗഢഗംഭീര്യവും നല്ലതാണ്. കാരണം നമ്മളെ പള്ളി കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കയറി തോന്നി പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയല്ല, ജസ്റ്റ് സിംപ്ലിസിറ്റി മാത്രമുള്ളവർക്ക് ഇത്തരത്തിലുള്ള സംഭവം പ്രിഫർ ചെയ്യാം. ആ ഒരു ഡക്കുണ്ട് കേട്ടോ. ഈ ഡക്ക് നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ ഡക്കല്ല, ഇത് വൈൽഡ് ഡക്കാണ്. ഇത് ഓടിച്ചു വിട്ടിട്ട് ഒറ്റ പറക്കില്ല, നന്നായിട്ടങ്ങ് പറക്കും, നന്നായിട്ട് അത്യാവശ്യം പൊങ്ങി പറക്കും. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഡൊമസ്റ്റിക്കേറ്റഡ് ഡക്സ് അല്ല. ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റുമോ? പറയാതിരിക്കട്ടെ. ഇത് ശരിക്കും വൈൽഡ് ഡക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന്മാർ വരുന്നത് 2 പേര്. വാടാ വാടാ വാടാ, ചാടാ, ചാടി കളിക്കടാ കുഞ്ഞിരാമ. അപ്പോൾ അതങ്ങനായി. എൻ്റെ ട്രെയിൻ എപ്പോഴാണാവോ വരിക? 11:10 പറഞ്ഞത്, നോക്കട്ടെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വോക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വോക്കുണ്ട്, ഒരു എക്സ്റ്റൻഡഡ് വോക്കുണ്ട് കേട്ടോ. ഒരു കാസിലൊക്കെ ആയിട്ട്. ബാലിമോട്ടിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു കാസിലാണ്, അത് തൊട്ടപ്പുറത്താണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റുമായിരിക്കും. ഒരു പിള്ളേരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ കേട്ടോ. ചെറിയ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്
Playground is closed for further maintenance. Playground അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫർദർ മെയിൻ്റനൻസിന് വേണ്ടി അവർ അടച്ചിട്ടേക്കുന്നു. തുറക്കുമായിരിക്കും ഉടനെ. തുറക്കാൻ തോന്നുന്നു. ഈ റോഡ് വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിഗ്നൽ കണ്ടോ, പെട്രോൾ പമ്പിൻ്റെ ആ റോഡ് നേരെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ വണ്ടി പോകുന്നു നേരെ സ്ലൈക്കോയ്ക്ക് പോകുന്ന വഴിയാണ്. കൊള്ളോണി ചെല്ലുന്നു, കൊള്ളോണി സ്ലൈക്കോയ്ക്ക് പോകുന്നു. പിള്ളേർ ഓഫീസൊക്കെ വരുന്നുണ്ട്.